മോർണിംഗ് ആൻഡ് വെൽക്കം ടു T9 വ്ലോഗ്. ഇന്ന് എൻ്റെ സെക്കൻഡ് ഡേ ഓഫ് പീരിയഡ് ആണ്. സോ അതുകൊണ്ട് ഹെവി വർക്കൗട്ടൊന്നും ചെയ്തില്ല. ഇന്നലത്തെ പോലെ തന്നെ കുറച്ച് യോഗ, പിന്നെ കുറച്ച് പെൽവിക് ഫ്ലോർ എക്സസൈസസ് എല്ലാം ചെയ്തു. സമയം 8 മണിയായി. ഞാനൊരു 7 മണിയാകുമ്പോൾ എണീറ്റിട്ട് അത് കഴിഞ്ഞ് ഇപ്പോൾ ഞാനൊന്ന് മേല് കഴുകിയിട്ട് നേരെ ഭക്ഷണം കഴിക്കാൻ പോകാൻ. അത് കഴിഞ്ഞ് ലാബിൽ പോകണം. ലൈബ്രറിയിലും കൂടെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരെ ലാബിൽ പോയിട്ട് കുറച്ച് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇമ്പിഡൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. നമ്മുടെ സാമ്പിളിൻ്റെ കണ്ടക്ടിവിറ്റി ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഞാൻ 7 സാമ്പിളിൻ്റെ ഇമ്പിഡൻസ് ഒക്കെ എടുത്ത് അതൊക്കെ പിന്നെ പ്ലോട്ട് ചെയ്ത് അതിനുശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയി ഒരു ജ്യൂസ് കുടിച്ച് വരുന്ന വഴിക്ക് കണ്ട കാഴ്ചയാണ്. 1 2 3 4 എൻ്റെ അമ്മ ഒരു പടയാണ് പട. പ്ലീസ് കുത്തി കൊല്ലരുത്. ചുടാ കുഞ്ഞിനെ നോക്കി എന്ത് രസം കാണാൻ. അതിനൊരെണ്ണത്തിന് കിട്ടും. അപ്പോൾ വീണ്ടും ഹലോ ഗൈസ്. ഇപ്പോൾ ഞാൻ നേരെ ലാബിൽ നിന്ന് വന്നതേ ഉള്ളൂ. കുറച്ച് നേരമായിട്ടോ. അപ്പോൾ വന്നു, വേഗം ബാഗൊക്കെ ഫ്രണ്ട്സിൻ്റെ കൊടുത്തു. എന്നിട്ട് ഒന്ന് നടക്കാൻ പോയി. അപ്പോൾ നടന്ന് പോയി വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിച്ചു. ആദ്യം മെസ്സന്നൊരു ചായ, അത് നമുക്ക് കമ്പൽസറി ആണല്ലോ, കഫീൻ ഇല്ലാതൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് ഒരു സിന്തോളിന്റെ സോപ്പ് മേടിച്ചു. ഈ സോപ്പാണ് ഞാൻ കാലാകാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. സിന്തോൾ സോപ്പില്ലാതെ ഒരു ജീവിതമില്ല. ബെസ്റ്റ് സോപ്പാണ്. ഇതുവരെ റിലീസ് ചെയ്തതിൽ ഏറ്റവും നല്ല സോപ്പാണ് ഗൈസ്. നിങ്ങളത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിംഗ് ഔട്ട്. നിങ്ങൾ ഈ സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കമന്റ് ചെയ്യുക, #Synthol4ever. അത് കഴിഞ്ഞ് ഒരു കയറ് മേടിച്ചു. തൂങ്ങിച്ചാവാനൊന്നുമല്ല, 75 ഹാർഡ് മടുത്തിട്ട് തൂങ്ങിച്ചാവാൻ വേണ്ടിയിട്ടൊന്നല്ല കയറ് മേടിച്ചിരിക്കുന്നത്. ഒരഴ കെട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് കുറച്ച് എന്താ പറയാ, സ്റ്റിക്കി ഹുക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹുക്ക്. ഈ സാധനം മേടിച്ചു. ഇത് വാങ്ങിച്ചത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫെയറി ലൈറ്റ്സ് ഉണ്ടല്ലോ, ഫെയറി ലൈറ്റ്സ് അപ്പുറത്തെ വോളിലാണ് ഇട്ടിരിക്കുന്നത്, അടുത്ത് ഇപ്പുറത്തെ വോളിലേക്ക് ആക്കാൻ വേണ്ടിയാണ്. ബിക്കോസ് എന്റെ ബെഡ് ഇവിടെയല്ല കിടക്കണേ. അപ്പൊ ബെഡ് ഇവിടെ കിടക്കുന്ന കാരണം കുറച്ചും കൂടെ ഒന്ന് ഭംഗിയായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഹുക്സും മേടിച്ചു. കയറ് കെട്ടാൻ പോവാണ്. ഇതിപ്പൊന്ന് ഇങ്ങനെ കാണുമ്പോൾ എന്റെ കണ്ണിന് ഭയങ്കര ഡാർക്ക് സർക്കിൾസ്. ഇത്രയും ഡാർക്ക് സർക്കിൾസ് ഒന്നും എനിക്കില്ല ഗൈസ്. അപ്പോ വാങ്ങിച്ച കയറിന് പക്ഷെ നീളം ഭയങ്കര കൂടുതലാട്ടോ. സ്പ്രിങ് നോക്കിയേ, ഇത്രയും ഭാഗം ഒരു സ്പ്രിങ് ആണ്. എന്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ വൃത്തികെട്ട പെയിന്റിങ് എവിടെ നിന്ന് മാറണം എന്നുള്ളത് മാത്രമാണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ കഴിയുകയാണ്. രാത്രി മനുഷ്യൻ ഞെട്ടിയിരിക്കുകയാണേ. പുതിയ ലൈറ്റ്സ് ഇട്ടത് ആക്ച്വലി നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇപ്പം ശരിക്കും ആ ലൈറ്റ്സ് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റൂമിൽ ഒരു ചെറിയൊരു കുഞ്ഞൊരു അരണ്ട വെളിച്ചം പോലെ ഒരു ചെറിയ വെളിച്ചം മാത്രമേ ഉള്ളൂ. ഇറ്റ് ഈസ് വെരി പ്രിറ്റി. ആൻഡ് ഇങ്ങനെ ഇട്ടത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നല്ല ഒരു പ്രിറ്റി ലുക്കാണ് റൂമിൽ. സോ ഡേ 9 വ്ലോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. ബുക്ക് വായിച്ചിട്ടുണ്ട്, ഈവനിങ് വർക്കൗട്ട് ചെയ്തു, മോർണിംഗ് വർക്കൗട്ട് ചെയ്തു, 6 hours സ്ലീപ്പ് ഉണ്ടായിരുന്നു, വെള്ളം കുടിച്ചു, എല്ലാം ഇന്ന് സക്സസ്ഫുൾ ആയിരുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. എൻഡ് ടു ഡേ 9. അപ്പോൾ എന്തായാലും നാളെ ഡേ 10ൻ്റെ വ്ലോഗുമായിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഐ ലവ് യു.